ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ വലിയ നോയമ്പിൻ്റെ 20ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ച് ഇരിക്കുകയാണല്ലോ. പരിശുദ്ധ പിതാക്കന്മാര് നമുക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വചനങ്ങളാണ്. പ്രാർത്ഥനയുടെ പ്രാധാന്യം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നീ ചിന്തകൾ ഈ വേദഭാഗത്തിൽ കൂടി നമുക്ക് നൽകുന്നു. വിശുദ്ധനായ എഫ്രൈം സിറിയ, കർത്താവെ, എല്ലായ്പ്പോഴും നിന്നോട് സംസാരിക്കാനുള്ള ആഗ്രഹമുള്ള ഹൃദയം എനിക്ക് തരണമേ എന്ന വചനം നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വിശുദ്ധ ബെസേലിയോസ് മഹാൻ ഇപ്രകാരം പറയുന്നുണ്ട്: അലസമായ മനസ്സോടെ ദൈവത്തോട് സംസാരിക്കരുത്. ഒരു രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് പോലെ ഭക്തിയോടെ നിൽക്കുക എന്ന് പറയുന്നു. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി ഈ പരിശുദ്ധ പിതാക്കന്മാര് നമ്മളോട് പറയുന്നത്, ദൈവത്തോട് സംസാരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് ഏറ്റവും മനസ്സിലാക്കാവുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗത്തിൽ, അതായത് 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഭാഗമായിട്ട് തിരിക്കുമ്പോൾ, 1-ാമത്തെ ഭാഗത്തെ കപട പ്രാർത്ഥന ഒഴിവാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം യേശുമ്പുരാൻ നമുക്ക് നൽകുന്നു. കപട പ്രാർത്ഥനയാണ് യേശുമ്പുരാൻ ഏറ്റവും വെറുക്കപ്പെട്ട പ്രാർത്ഥന എന്ന് ഈ ഭാഗത്തിൽ കൂടി പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. യേശു നമ്മെ പ്രാർത്ഥിക്കുവാനായി സ്വകാര്യതയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഒരാൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ അദ്ദേഹം തൻ്റെ മുറിയിൽ കയറി തൻ്റെ മുറി അടച്ചതിന് ശേഷം തൻ്റെ രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഈ ഭാഗത്തിൽ കൂടി യേശുമ്പുരാൻ ഊന്നലായിട്ട് പറയുന്നു. രണ്ടാമതായിട്ട് 7-8 വാക്യങ്ങളിൽ ശൂന്യ വാക്കുകൾ ആവർത്തിക്കരുത് എന്ന് യേശുമ്പുരാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ഹൃദയം നോക്കുന്നു, നമ്മുടെ വാക്കുകളുടെ നീളമല്ല പ്രത്യേകമായിട്ട് നോക്കുന്നത്. യഥാർത്ഥ ഉദ്ദേശത്തോടും വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് ദൈവം ആദരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ആത്മാർത്ഥത, വിശ്വാസത്തിൻ്റെ ഉറപ്പ്, ദൈവത്തോടുള്ള സമർപ്പണം എന്നിവയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. 3-ാം ഭാഗത്തില് യേശുമ്പുരാൻ പഠിപ്പിച്ച പ്രാർത്ഥനയെപ്പറ്റി പ്രധാനമായിട്ടും ഈ ഭാഗത്ത് കാണുന്നു. 9 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ യേശുമ്പുരാൻ പഠിപ്പിച്ച പ്രാർത്ഥനയെപ്പറ്റിയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ക്രിസോസ്റ്റം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെപ്പറ്റി പറയുന്ന ഒരു വചനമുണ്ട്. ഈ പ്രാർത്ഥന ദൈവിക ജ്ഞാനത്തിന്റെ നിധിയാണ്. ഇതിലെ ഓരോ വാക്കും നമ്മെ പരിശുദ്ധിയിലേക്കും രക്ഷയിലേക്കും നയിക്കുന്നു എന്നാണ് ഈ പിതാവ് നമ്മളോട് പറയുന്നത്. ഈ പ്രാർത്ഥനയുടെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, ഈ പ്രാർത്ഥന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പിതാവ്, നീ സ്വർഗത്തിലിരിക്കുന്നു, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ എന്ന് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തില് നമ്മൾ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട്, ദൈവത്തിന്റെ രാജ്യം വരട്ടെ എന്ന കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിലും ആകണമെന്നുള്ള ഒരു വലിയൊരു പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ കൂടി കാണുന്നുണ്ട്. മൂന്നാമതായിട്ട്, ദൈവത്തിന്റെ മനോഭാവം നിറവേറ്റപ്പെടട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണം. നമ്മുടെ മനോഭാവമല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ മനോഭാവം നിറവേറ്റുവാനല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ എന്താണോ ഇഷ്ടം അത് നിറവേറ്റുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കണം. അതനുസരിച്ചുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നാലാമത്തെ ഭാഗം പറയുമ്പോൾ ദൈവത്തോടുള്ള ആശ്രയമാണ്. നമ്മളുടെ ദിവസം തോറുമുള്ള നമ്മുടെ ആഹാരം തരണം, അല്ലെങ്കിൽ അപ്പം തരണം എന്ന് നമ്മൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടുള്ള ഒരു ആശ്രയ ബോധ്യം നമ്മളിലെ പ്രധാനമായിട്ടും കാണുന്നു. 5-ാമതായിട്ട് ഈ പ്രാർത്ഥനയിൽ കാണുന്നത് പാപമോചനമാണ്. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്ന വലിയൊരു പ്രാർത്ഥന. അതൊരു പാപമോചനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്.
പ്രധാനമായിട്ടും നമ്മൾക്ക് നമ്മുടെ പാപങ്ങളൊക്കെ മോചിക്കുവാൻ തക്കവണ്ണം നമ്മൾ അപേക്ഷിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണ് ആ ഭാഗത്ത് കാണുന്നത്. ആറാമതായിട്ട് ദുഷ്ടശക്തിയിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ്. പിശാചിൽ നിന്നും ലോകത്തിന്റെ ദുഷ്ടശക്തിയിൽ നിന്നും നമ്മളെയൊക്കെ രക്ഷിക്കണമെന്ന് ഈ പ്രാർത്ഥനയുടെ ഭാഗത്ത് കാണുന്നു. പ്രിയമുള്ളവരെ, അവസാനം ക്ഷമയുടെ പ്രാധാന്യത്തെ പറ്റി ഈ വേദഭാഗത്തിൽ കൂടി യേശുമ്പുരാൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. 14-15 വാക്യങ്ങളിൽ വിശുദ്ധ ഇസാക്ക് സിറിയൻ എന്ന പിതാവ് ഈ ഭാഗത്ത് ക്ഷമയെ പറ്റി പറയുന്ന ഒരു വചനമുണ്ട്. നമ്മുടെ കൈകൾ പ്രാർത്ഥനയിലേക്ക് ഉയർത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയം ക്ഷമയാൽ ശുദ്ധീകരിക്കുക. ഒരു പ്രാവശ്യം കൂടി പറയുന്നു, നിങ്ങളുടെ കൈകൾ പ്രാർത്ഥനയിലേക്ക് ഉയർത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയം ക്ഷമയാൽ ശുദ്ധീകരിക്കുക. പ്രിയമുള്ളവരെ, ക്ഷമിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ദയ നേടാനാകൂ. പ്രാർത്ഥനയിലുടനീളം ക്ഷമയുടെ സുതാര്യമായ ഒരു ക്ഷണം നമുക്ക് ഉണ്ട്. അഹങ്കാരത്തെ ഒഴിവാക്കി സഹനത്തോടും സ്നേഹത്തോടും ദൈവത്തോട് നമുക്ക് അടുക്കണം. അതായിരിക്കണം ഈ പരിശുദ്ധ നൊയിമ്പില് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മളൊന്ന് നോക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനെ ഒഴിച്ചുകൂട്ടാത്ത ഒരു സംഗതിയായി തീരുവാനും ഈ പ്രാർത്ഥനയിൽ കൂടി നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും പരിശുദ്ധമായ നോമ്പും അനുതാപ ശുശ്രൂഷകളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിന് ഒരു മാർഗനിർദ്ദേശമായി തീരുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. അതിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാർ ആകട്ടെ.